സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു DB ഫിക്സ് ചെയ്യാൻ പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് മാർക്കെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഹോള് വരുന്ന ഭാഗത്ത് തന്നെ ഒരു എക്സ്പാൻഷൻ ബോൾട്ട് ഫിക്സ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു 4-way ETPN DB ആണ്. ഇതിൻ്റെ ലെവലെല്ലാം മാർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവരെല്ലാം കൂടുതലുള്ളവരാണ് ഇതെല്ലാം ചെയ്ത്. അപ്പോൾ ഇതാ എക്സ്പാൻഷൻ ബോൾട്ടെല്ലാം ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടാണ് DB ഫിക്സ് ചെയ്യുന്നത്. 3-phase 4-way ETPN DB. ഇതെല്ലാം ടൈറ്റ് ആക്കിയതാ എക്സ്പാൻഷൻ ബോൾട്ട്? ഇല്ല. ഇതെല്ലാം ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് DB ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യാം. അതുകൊണ്ടോ ബോൾട്ട് എല്ലാം കറക്റ്റല്ല? ഈ ടൈറ്റ് പിടിക്കാം. ഇതിൽ ബോട്ടം ലെവലിൽ നിന്ന്, അതായത് ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് 1.45 145 നമ്മൾ DB ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് അധികമുള്ള DB ആണെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ താത്തി വെക്കുന്നത് നന്നാവും. കാരണം അപ്പർ ലെവലിൽ 180 ആണ് നമുക്ക് മാക്സിമം വരാവും. ആ രീതിയിലാണ് നമുക്ക് DB ഫിക്സ് ചെയ്യേണ്ടത്. എന്നാലും നമുക്ക് ഇതെല്ലാം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 4 എക്സ്പാൻഷൻ ബോട്ടിലാണ് നമ്മൾ ഈ DB എല്ലാം ഫിക്സ് ചെയ്തത്. ഇതിലേക്കുള്ളൊരു ഇൻകമർ കേബിൾ UG കേബിൾ 16 സ്ക്വയർ mm UG കേബിളാണ്. അതെല്ലാം ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിൻ്റെ പഞ്ചെല്ലാം നോക്കൗട്ടെല്ലാം തട്ടിയതിന് ശേഷം നമുക്ക് ഗ്ലാൻഡെല്ലാം ചെയ്തിട്ട് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇൻകമർ MCB എല്ലാം വെച്ച് കണ്ട് ഇതെല്ലാം DB ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അടുത്ത് നെക്സ്റ്റ് വർക്കുകൾ. അതുപോലെ 2 കോപ്പർ ബെയർ എർത്തിങ്ങിന് വേണ്ടിയിട്ട് ടണ്ണ സ്റ്റെബിലിറ്റി ചെയ്യുന്നതാണ്. ഈ DB ഇവിടെ ഫിക്സ് ചെയ്യുന്നത് ഇതിൽ കാര്യമായിട്ട് പോകുന്നത് ഇതിലെ യാർഡ് ലൈറ്റ്, പുറത്ത് വരുന്ന എക്സ്റ്റീരിയർ ലൈറ്റുകൾ, ഗാർഡനിൽ, അതുപോലെ മുറ്റം ഏരിയ, ആ ഒരു ഏരിയയിലേക്കുള്ള ലൈറ്റുകൾ, കാര്യങ്ങൾ, പമ്പുകൾ, അങ്ങനെയുള്ളൊരു കോമൺ DB ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി കുറച്ച് കേബിളുകളൊക്കെ ആദ്യം തന്നെ ഇവിടെ ഇൻ്റർലോക്കിൻ്റെ മുമ്പ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കേബിളുകളൊക്കെ ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കേബിൾ വലിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ മുറ്റത്തിൻ്റെ ആ സൈഡിലൊക്കെ ഒരുപാട് യാർഡ് ലൈറ്റുകൾ വരുന്നുണ്ട്. അതിനു വേണ്ടി ഒരു 10-ൻ്റെ, അതായത് 10 സ്ക്വയറിൻ്റെ അലൂമിനിയം കേബിളാണ് നമ്മൾ ഇവിടെ ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വർക്കിൻ്റെ സമയത്ത് തന്നെ അതാത് സമയങ്ങളിലായിട്ട് ഇങ്ങനെ വലിച്ചായിരുന്നു, കേബിൾ ഇട്ടായിരുന്നു. പിന്നീട് ഇൻ്റർലോക്ക് ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ വരുമ്പോൾ, ഇൻ്റർലോക്കിൻ്റെ വർക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈറ്റൊക്കെ ചിലപ്പോൾ പിന്നീടായിരിക്കും വെക്കുക ലാസ്റ്റ്. പക്ഷേ കേബിൾ ആദ്യം തന്നെ നമ്മൾ കാണേണ്ടി വരും. പിന്നീട് പൊളിച്ചിട്ടെല്ലാം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ ചെയ്യുന്നവരൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ബോർഡ് ലൈറ്റ്, അങ്ങനത്തേനൊക്കെ കേബിളും അതുപോലെ വയറും കാര്യങ്ങളൊക്കെ അതിന് ഇട്ട് വെക്കുക. പമ്പ്, എന്നൊക്കെ ഓൾറെഡി എക്സ്ട്രാ ഒരു പോയിൻറ്റുകളും ഒക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നീട് അത് യൂസിങ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു DB ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ റൂഫ് ടോപ്പിൽ കുറച്ച് മഴ കൊള്ളാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ചെറിയൊരു റൂഫിങ് അടിക്കേണ്ടതുണ്ട് ഇവിടെ, മഴ കൊള്ളാത്ത രീതിയിൽ. അപ്പോൾ DB എല്ലാം നമ്മൾ എക്സ്പാൻഷൻ ബോട്ടിൽ നല്ല കറക്റ്റ് ടൈറ്റ് ആക്കിയിട്ടിട്ട് ഫുള്ള് ഇൻസ്റ്റാളേഷനെല്ലാം തീർന്നിട്ടുണ്ട്. ലെവലെല്ലാം കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ സ്പിറ്റ് ലെവൽ വെച്ച് കണ്ട് തന്നെ നമ്മൾ കണ്ടോ. ഇതിനപ്പുറം ഇനി നമുക്ക് കമ്പ്യൂട്ടർ ലെവലാക്കിയാലും ആവും നിങ്ങൾക്ക് തോന്നുന്നില്ല. ഇനി ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വെള്ളം ഇതിൻ്റെ അകത്തേക്ക് വരരുത്. കാരണം മഴൻ്റെ സമയത്ത് പല സ്ഥലങ്ങളിലും കാണാം ഈ ഒരു ചുമരിലൂടെ വെള്ളം ഇങ്ങനെ ഈർപ്പം ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് ഈ എക്സ്പാൻഷൻ ബോൾട്ട് ഫിക്സ് ചെയ്ത് അതിൻ്റെ ഇടയിലോട്ട് ചെറിയ രീതിയിൽ ഈർപ്പം ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പുറത്ത് ഔട്ട്ഡോറിലൊക്കെ DB വെക്കുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മഴവെള്ളം വരരുത്, ചാറ്റിലടിക്കരുത്, അങ്ങനത്തെയൊക്കെ വിഷയങ്ങളാണ്. പിന്നെ ട്രിപ്പിങ് തന്നെ ഉണ്ടാവുള്ളൂ ആ സമയം തന്നെ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ UG കേബിൾ ടെർമിനേഷൻ, അതുപോലെ ഗ്ലാൻഡിങ്, ആ ഒരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.